എല്ലാവർക്കും റോച്ചാട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ ഭയങ്കരധികം ഹെൽപ്ഫുള്ളാണ് ഒരു വീഡിയോ ആണ്. കാരണം നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഈ പല തരത്തിൽ പെയിന്റുകളുണ്ട്. ഫാബ്രിക് പെയിന്റ്, ആക്രിലിക്, ഓയിൽ, അതുപോലെ തന്നെ സ്പ്രേ പെയിന്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പെയിന്റുകൾ ഏതൊക്കെ മീഡിയത്തിൽ യൂസ് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാളിൽ പെയിന്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പെയിന്റാണ് യൂസ് ചെയ്യാൻ നല്ലത്? ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നന്നായിട്ട് പിടിക്കുന്ന പെയിന്റ് ഏതാണ്, ക്ലോത്തിൽ നമ്മളെ സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന സംഭവമാണ്. അപ്പം അതിൽ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ക്ലോത്തിൽ യൂസ് ചെയ്യുന്ന പെയിന്റ് ഏതാണ്? പിന്നെ നമ്മൾ ഫേസ് പെയിന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പെയിന്റ് ഏതാണ്? വുഡിൽ, മെറ്റൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പെയിന്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് പലതരത്തിലുള്ള പെയിന്റുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പെയിന്റുകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഫാബ്രിക് പെയിന്റ് കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് പെയിന്റ് മെറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന ഫാബ്രിക് പെയിന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്കൊന്നും ഇവിടെ അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ പലതരത്തിലുള്ള പെയിന്റുകളിൽ ഇപ്പോൾ നമ്മൾ ആക്രിലിക് എടുക്കുകയാണെങ്കിൽ ആക്രിലിക്കിൽ തന്നെ ചില മീഡിയത്തിൽ അത് ഉപയോഗിക്കുന്നത് അത്രത്തോളം നന്നായിരിക്കില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ആക്രിലിക് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നം, അതിൻ്റെ മുകളിൽ നമ്മൾ പല കോട്ടിങ് അടിക്കണം, അതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള തരത്തിലുള്ള പെയിന്റുകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ നമ്മളിപ്പം ബെഡ്ഷീറ്റിലൊക്കെ പെയിന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള കർട്ടന്, അതുപോലെ തന്നെ പില്ലോ കവർ, അതൊക്കെ പെയിന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ. ഇവൻ നമ്മളൊരു കോസ്റ്റ്യൂം, ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമിലേക്ക് ഏതൊക്കെ ഡിസൈന് അതൊക്കെ വരുന്ന നമ്മൾ സ്വന്തമായിട്ട് തന്നെ പെയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും നന്നായിട്ടുള്ള പെയിന്റ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക് പെയിന്റ് ആണ്. ഫാബ്രിക് പെയിന്റ് നമുക്ക് മെയിനായിട്ട് ക്ലോത്തിന് ഉള്ള പെയിന്റ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ചിലരൊക്കെ ആക്രിലിക് യൂസ് ചെയ്യാറുണ്ട്. ആക്രിലിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡായിട്ടിരിക്കും. നമ്മൾ ഡ്രസ്സിൽ അത്ര നമ്മൾ കംഫർട്ട് ആയിരിക്കില്ല. പക്ഷെ അത് എന്താ പറയുക, ഈ ഒരു ക്ലോത്തിൽ അത് നമ്മൾ വാഷ് ചെയ്ത സമയത്ത് പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആക്രിലിക്കിൽ ഉണ്ടാവാറില്ല. പക്ഷെ നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്രിലിക് പെയിന്റ് എടുക്കാം. അതിലാണെങ്കിൽ അത്യാവശ്യം അതിലൊരു പ്ലാസ്റ്റിക് കണ്ടന്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ മീഡിയത്തിലും അത് പോകും. കൂടുതൽ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മൾ ഒരു സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് കൂടുതൽ, എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാലൊക്കെ. അപ്പം നമ്മൾ ഒന്ന് ഹാങ് ചെയ്ത് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഒരു സ്മൂത്ത് സർഫസിൽ ഒരു തവണ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിക്കുന്ന സമയത്ത് അത് ഇങ്ങോട്ട് തിരിച്ചു പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം സ്മൂത്ത് ആയിട്ടുള്ളതിൽ മീൻസ് പ്ലാസ്റ്റിക്കിലാണെങ്കിലും ഒരുപാടധികം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ അക്രിലിക് എല്ലാത്തിലും പിടിക്കുമെന്ന് തോന്നുന്നില്ല, എല്ലാ മീഡിയത്തിലും ഉപയോഗിക്കാൻ പറ്റും. വുഡിലാണെങ്കിലും അതൊക്കെ വുഡ് ആദ്യം സ്മൂത്ത് ആക്കൊക്കെ വേണം. അത് ശരിയാണ്, നമ്മൾ ഏതൊരു മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റെ ആദ്യത്തെ ഘട്ടം വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഏതൊരു പെയിന്റ് ആണെങ്കിലും അത് പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാത്തിലും പ്ലാസ്റ്റിക്കിലാണെങ്കിലും ഇപ്പോൾ പലതിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ആക്രിലിക് പെയിന്റ്. ഓക്കെ, നമുക്ക് ഇപ്പം എന്താ പെട്ടെന്ന് ഉണങ്ങും, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ആക്രിലിക്കിനുണ്ട്. നേരെ മറിച്ച് ഇനി ഓയിലിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഓയിൽ പെയിൻറ്റിങ് നമ്മൾ ക്യാൻവാസിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ പലരും ചോദിക്കാറുണ്ട് ഓയിൽ പെയിന്റ് വാളിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, കാരണം അത് ഒരുപാട് നിൽക്കുന്നതാണല്ലോ. ഓയിൽ പെയിന്റ് പ്രത്യേക ഒരു ഭംഗിയാണ്, നമുക്കറിയാം. അപ്പം അത് പലതരത്തിലുള്ള മീഡിയത്തിൽ ഉപയോഗിച്ചാൽ എന്താണെന്നുള്ളത്. ഇപ്പം ഇവന് ഒരു വുഡിലും അതുപോലെ തന്നെ എന്താ പറയുക മെറ്റലിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ പെയിന്റ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല ഇതൊന്നും നമ്മൾ കൂടുതലും വാളിൽ ഒന്നും കണ്ടിട്ടില്ല ഓയിൽ പെയിന്റ് യൂസ് ചെയ്യുന്നതായിട്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കോട്ടിങ് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പൂപ്പൽ വരികയും ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ, ഒരുപാട് വർഷങ്ങളോളം നിൽക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു യെല്ലോ കളർ വരികയും മാത്രമല്ല അത് ഒരുപാട് നമ്മളെ സ്കിന്നിന് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ശ്വസിക്കുന്നത് മൂലമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കുറച്ച് എല്ലാവർക്കും പിടിക്കില്ല, നല്ലതല്ല എന്ന് പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ക്യാൻവാസിൽ തന്നെ ഒരുപാട് ഓയിൽ പെയിന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യാറില്ല, ഓയിൽ പെയിന്റിങ്ങിനെ പല മീഡിയത്തിൽ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ഓക്കെ,
ഇനി ഫേസ് പെയിൻറ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ പോകുന്നവരുണ്ടാവും. ഇത് യൂസ് ചെയ്യുന്ന വെച്ചാൽ ചിലരൊക്കെ എന്താ പറയുക പോസ്റ്റർ കളർ യൂസ് ചെയ്യാറുണ്ട്. പോസ്റ്റർ കളർ യൂസ് ചെയ്യുമ്പോൾ ചില ഇഷ്യൂസ് ഉള്ളവരുണ്ട്. മീൻസ് അത് സ്കിന്നിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഉപയോഗിക്കാൻ അത്ര കംഫർട്ട് ആയിരിക്കില്ല. മെയിനായിട്ടും കൂടുതൽ പേര് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഫാബ്രിക് പെയിൻറ് തന്നെയാണ്. ഈ ഒരു സ്കിന്നിൽ ഫേസ് പെയിൻറ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പിന്നെ ഫേസ് പെയിൻറ് എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നതുണ്ട്, അതാണ് ഇതിൻ്റെ ശരിക്കും വരുന്നത്. പക്ഷേ അതിൽ തന്നെ ചില നല്ല ക്വാളിറ്റിയിൽ വരുന്നതിന് മാത്രമേ അത്രത്തോളം ഒരു രസമായിട്ട് അതിനെ നിർത്താനോ അതുപോലെ തന്നെ അത് സ്കിന്ന് ഇഷ്യൂ ഒന്നും വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി, നല്ല ബ്രാൻഡും നല്ല ക്വാളിറ്റിയിൽ വരുന്ന സംഭവങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഒരു ഫേസ് പെയിൻറ്റിൽ അത്രത്തോളം നമുക്ക് വാങ്ങിക്കാനോ ഒന്നും പറ്റിക്കൊള്ളുന്നില്ല. അപ്പം നമുക്ക് ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്യാം അതിന് പകരമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ കളറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ വാട്ടർ കളർ ഏതൊക്കെ മീഡിയത്തിൽ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അത് വാട്ടർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് നമുക്ക് പുറമെ എവിടെയും ഒരു എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു സേഫായിട്ടിരിക്കില്ല. പേപ്പറിൽ തന്നെയാണ് അത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. ചിലരൊക്കെ ഇപ്പോൾ കുട്ടികൾ, നമ്മളെ സ്റ്റുഡൻസിൽ തന്നെ പലരും നല്ല രീതിയിലൊക്കെ അവരുടെ ബോക്സിൽ നിന്ന് വുഡൻ ബോക്സൊക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ട് വരാറുണ്ട്. കാണുന്ന സമയത്ത് നമുക്ക് ആക്രിലിക് ആണെന്ന് തോന്നും. പക്ഷേ അതൊക്കെ ഒരു മഴ നനയുന്ന അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ എവിടെയും കൊണ്ടുവന്ന സമയത്ത് വെള്ളം നനയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നനയുന്ന സമയത്ത് അത് ഒലിച്ചു പോകും. അപ്പം അതിന് അതിന് പോസ്റ്റർ കളർ വാട്ടർ കളർ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ വാട്ടർ കളർ മെയിനായിട്ട് പേപ്പറിൽ തന്നെ ഉപയോഗിക്കാം. ഇനി വാൾ പെയിൻറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പെയിൻറ് യൂസ് ചെയ്യുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൽഷൻ പെയിൻറ് യൂസ് ചെയ്യാം. സാധാരണ തന്നെ വാളിലൊക്കെ അടിക്കുന്ന പെയിൻറ് വാങ്ങിയിട്ട് നമുക്ക് വാൾ പെയിൻറ് ചെയ്യാവുന്നതാണ്. എന്നാൽ കുറച്ചും കൂടെ ഒരു ഈട് നിൽക്കണം, നല്ല കുറച്ചുകൂടി ഒരു ഭംഗി വേണം. അതിൻ്റെ ഒരു വാൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്ക് വരാമെന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാവുന്നതാണ്. ആക്രിലിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് പലരും യൂസ് ചെയ്യാറില്ല. പിന്നെ അത്രയും കാലത്തുള്ളവർക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ള ആക്രിലിക്കാണ്. ഓക്കെ, നമ്മളെ അക്കാദമിയിലൊക്കെ അതുപോലെ തന്നെ ഗാലറിയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വാളിൽ പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആക്രിലിക്കാണ്. നല്ല രസമാണ് നേരിട്ട് കാണാനൊക്കെ. അതിൻ്റെ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പുറത്തൊക്കെ ഒരുപാട് ഒരിക്കലും നമ്മൾ ഈ സ്ട്രീറ്റിലൊക്കെ കാണുന്ന പെയിൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റിലൊക്കെ വാളിൽ അടിച്ചിട്ടുള്ള പെയിൻറ്റുകളൊക്കെ എമൽഷൻ പെയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സ്പ്രേ പെയിൻറ്റിനെ കുറിച്ചാണ് പറയാവുന്നത്. കാരണം നിങ്ങൾ അധിക പേര് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല സ്പ്രേ പെയിൻറ്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിലൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ ഇരുമ്പിലൊക്കെ അടിച്ചിട്ടുണ്ടാവും അല്ലേ. അല്ലാതെ തന്നെ സ്പ്രേ പെയിൻറ്റ് പലതരത്തിലുണ്ട്. ഏത് മെറ്റീരിയലിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സ്പ്രേ പെയിൻറ്റ് ഉണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രകാരം ഉപയോഗിക്കണം. അത് ഓരോ സ്പ്രേ പെയിൻറ്റ് വ്യത്യാസമുണ്ട് ഓരോ മീഡിയത്തിൽ അടിക്കുന്നതിന്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാം. ഇപ്പോൾ ചിലരൊക്കെ നമ്മളിപ്പോൾ ചില തെർമാക്കോൾ ചില പ്ലാസ്റ്റിക്കിലൊക്കെ ഇത് ചില സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ഉരുകി പോവുകയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ളത് നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കണം. അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റിന് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നല്ല രീതിയിൽ രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെയിൻ്റാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയത്തിൽ ഇന്ന പെയിൻറ് യൂസ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ഗുണം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ അധികം പേരും സംസാരിക്കാത്തൊരു ടോപ്പിക്കും കൂടെയാണ്. അപ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.